അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇമ്മമാനും ഇമ്മാനും കൊണ്ട് നിലമ്പൂർ പാട്ടേറ്റം പോവാണ്. അപ്പൊ ഇമ്മമ്മ നമുക്ക് പോയാലോ? അവിടെ നിന്ന് എല്ലാത്തിനും കയറേണ്ടി വരും. അതിന് വേണ്ടിട്ടാണ് ഗൈസ് നമ്മൾ പ്രത്യേകം കൊണ്ടുവരുന്നത്, എല്ലാത്തിനും കയറ്റാൻ വേണ്ടിട്ട്. കേറുന്നൊക്കെ പറയുന്നത് എന്താ എന്താ ഉമ്മ കേറോ? കേറി വെക്കണം. എന്നാ ബാ നമുക്ക് പോവാ. ബരി അതിലൊക്കെ കുച്ചിട്ട് നമ്മൾ പോവാൻ നിക്കണം. മമ്മ ബേം ബരി ഒക്കെ മതി, ഇല്ലൊക്കെ മതി. ഇതിന്ന് പാരയിൽ ഇപ്പൊ എന്ത് കൊണ്ടുപോവാനാ? എന്താ ഇന്ന് പോകാല്ലേ? കൈസ് അപ്പൊ നമ്മള് മാറ്റിയൊക്കെ കഴിഞ്ഞാണ് ഇതാക്കണ്. ഉമ്മ ഒക്കെ സെറ്റാണ്. ഇമ്മമ്മ യന്ത്ര കുഞ്ഞാലി കാരണം പറഞ്ഞോട് കുത്തിരിക്കണ്ടേ. എന്തമ്മ മക എന്താ കാരണം യന്ത്ര കുഞ്ഞാലില് കേറി വെക്കണമെന്നുണ്ട്. എന്താ അവിടുത്തെ ഫീൽ എന്താന്ന് അറിയില്ല ഗൈസ്, നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. ഉമ്മ പോവല്ലേ ഗൈസ്? ഓല വണ്ടിത്തെ എണ്ണ കഴിഞ്ഞാണല്ലോ, ഇതാക്കണടെ എണ്ണ കഴിഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി എണ്ണ വാങ്ങിയാണ് ഇനി പൈക്ക് കൊണ്ടേ കൊടുക്കണം. എടാ ഞങ്ങള് പോയി എണ്ണ വാങ്ങിട്ടരാ. നമ്മള് പമ്പിലെത്തിക്കണം. 100 രൂപയ്ക്ക് എണ്ണ അടിച്ചു. കാലിക്കുപ്പിയിലൊക്കെ വാങ്ങിക്കൊണ്ടോണം അവസ്ഥ. കുപ്പിയും കുപ്പിന്റെ അടപ്പൊക്കെ രണ്ടും സെപ്പറേറ്റ് ആണ്. ഇവിടുന്നൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ഇതാക്കണേ. ഇപ്പൊ അവിടെ കൊണ്ടുപോയി ഇപ്പൊ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ നേരം ഉപയോഗിക്കണേ. ഇത് വാങ്ങിട്ട് ഇനി കൊണ്ടുപോയേക്കാം. അപ്പൊ സാധനം കിട്ടിക്കണേ. ഇനി നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തോണ്ട് അതിൽ എണ്ണ അടിച്ചട്ടെ. അത് ചെങ്ങ എണ്ണ കിട്ടണ്ടേ? കുപ്പി ഇട്ടല്ലേ? ഞാൻ കുപ്പി എടുത്തമ്മ എന്താ ഒലക്ക. ആദ്യം ഒരു കുപ്പി ഇട്ട് അതിനൊന്നും അടപ്പില്ല. എങ്ങനെ ഒരു വെള്ളക്കുപ്പി വാങ്ങിയാ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചാലൊന്നും വണ്ടി പോകില്ല. വെള്ളം കളഞ്ഞിട്ടേ പോവല്ലെന്നാ അത് ശരി. ഇപ്പൊ ഇത് ഷാർട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ താക്കോലും വേണോ? ഫുള്ള് സെറ്റപ്പാണ് വേണ്ടത്. ആ ഓക്കെ അറിയാം. ഫുള്ള് സംവിധാനല്ലേ. പോയി എണ്ണയൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആദ്യം തൊട്ട് കേറിയിട്ട് വേണ്ട എണ്ണ. കുറച്ച് കഴിയട്ടെ. എന്താ എണ്ണ തീരല്ലാത്തോണ്ടാ. ഇനി എത്ര ടൈം എടുക്കാവോ പോകാൻ? ഇപ്പൊ ടൈം 8 മണി 7 മണിക്ക് ഇറങ്ങിയാണ് വരുന്നത്. ഒരു 10 കിലോമീറ്റർ കൂടി നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഫൈനലി കിട്ടി. അടുത്ത് പോയി അല്ല ഞങ്ങള് പറക്കും. ഞങ്ങള് റോക്കറ്റ് ഓട്ടണേ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പോയൊക്കെ ഇനി അവിടെ എത്തണം ഗൈസ്. ഇവന്റെ വണ്ടി തണങ്ങുമ്പത്തിന് ഓഫ് ആവാണ്. മമ്മാനെ നമ്മള് സേഫ് ആയിട്ട് എടുത്തിരിക്കും കേട്ടോ. മമ്മാനെ നമ്മള് വണ്ടി പോയി കയറ്റി എടുത്തിരിക്കണേ. അവിടെ നോളി കുഴപ്പമൊന്നുമില്ല. പൊടിച്ചു തന്നാട്ടാ. രണ്ടാള് തള്ളിയിട്ട് പോയി ചടിച്ചല്ലേ. ഇപ്പളെങ്ങനെ നടക്കോടേ നോക്കട്ടേന്നോ. മമ്മ വണ്ടി ആട്ടവണില്ല. പിന്നെ പോവാന്നോ? എന്തമ്മ പിന്നെ പോവാന്നോ? ഗൈസ് ഇതെന്താ സംഭവം എന്നറിയില്ല. പറ്റ എണ്ണ കഴിഞ്ഞൊരു കാത്തുന്നു. പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. സ്റ്റാർട്ട് ആവുന്നുണ്ട് പക്ഷേ പിന്നെ അപ്പൊ തന്നെ വണ്ടി ഓഫായി പോവാ. മമ്മ ഇവിടെ ഇറങ്ങിയാണ്ട് പെരി കടന്നോളിന്നാ. കാലില്ല നടന്നോളി. കാര്യം കാട്ടാ എടാ, നമുക്കൊരു കാര്യം കാട്ടാ. എന്താണ്? അവിടെ കല്യാണല്ലേ? പോകാൻ വണ്ടി എങ്ങനെയാലും നമുക്ക് പെരിയിലെത്തിച്ച. പെരിയിലെത്തിട്ട് നേരെ കല്യാണ പെരിക്ക് പോവാ. നേരെ കല്യാണ പെരീക്ക് ഇങ്ങനെ തന്നെ ഇറങ്ങാ പോകാൻ. ഇങ്ങനെ തന്നെ നേരെ കല്യാണ പെരിയിൽ ഇറങ്ങാൻ ചോദിച്ചാ ആകെ മൂഞ്ചിട്ടോ. ഇന്ന് പോണം വിചാരിച്ചു. ഇനി എന്താട്ടാ മാറ്റി നോട്ട് ദിവസേ ലീവ് ഒക്കെ എടുത്താണ്ട് നിലമ്പൂർ പാട്ടിനൊക്കെ പോണം പറഞ്ഞാണ്ട് കുത്തിരിക്കണേ. ഇപ്പൊ നോക്ക് മൂഞ്ചി. എനിക്ക് തോന്നുന്ന ആ എണ്ണ അത്രക്ക് കഴിഞ്ഞ അതാണ്. അത് വെച്ചാൻ പറ്റും. ലാസ്റ്റ് ഒരു 2 വട്ടം പാടെ 3 വട്ടം പാടെ നോക്കി നോക്കാം. നോക്കി എങ്ങാനും ഷാർട്ടായാലോ. വെയിറ്റ് എന്തായാലും കുതിരപ്പുറത്ത് തന്നെ ഇരിക്കേ. ആ ഒന്നുമില്ല. നമുക്ക് 2-3 വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്തേത് വണ്ടിയുടെ വെച്ച് പോയോ? പിന്നെ എന്തോ ഞാൻ ചെയ്യുന്നത് പ്രശ്നമുണ്ടായിട്ട് കുത്തിരുന്നോ കേട്ടോ. ചായ എന്തേലും വേണോ ഇവിടെ? സോറി ചായ എന്തേലും വേണം? നമുക്ക് എന്തേലും വേണം ചായ? മാണ്ടേ എവിടേക്ക് മണ്ടണ്? അല്ല ചോദിച്ചെന്റെ കടമല്ലേ, അതുകൊണ്ട് ചോദിച്ചാ.
ഇപ്പൊ പെരീക്കെത്തിയാലും മതി. പെരീക്ക് എത്തണ്ടേ? ഇവിടുന്ന് എത്ര പോണം പെരീക്ക്? അതാണ് ഇത് ഇപ്പൊ സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൊരു ഓഫാണോ ഒറ്റ ഓഫാവല്ലോ. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ എണ്ണ പറ്റല്ലാനി അങ്ങനെ കൊടുത്തു നിൽക്കാണ് എങ്ങനെയും പഠിച്ച് എത്തിക്കാണ്. അതാണ് ഈ മൂഞ്ചിങ് ചെയ്യുന്നത്. ഒരു വിധത്തിൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയിരിക്കണ്. അതുകൊണ്ട് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് നിർത്താൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിക്കണ്. എന്താണ് വജ്ജിലെവിടെയും കുടുങ്ങിയാലേ ഇളങ്ങാറാവേ. ഒന്നുമില്ല നോക്കുക ഇല്ലമ്മ, ഈ നേരം പോയിട്ട് കാര്യമില്ല. 8 മണിയായില്ലേ? നോക്കി നോക്കാം, പോയി നോക്കാം. വണ്ടി റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോകണ്ട. മറ്റവനവിടെ അങ്ങാടിയിൽ എവിടെ പോയി നിന്നാണ്. എന്നിട്ട് ഞങ്ങളോടാണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇനി ബലിയും പൊറിക്കാൻ വേണ്ടി പോകണം. പോവല്ലോ, അങ്ങോട്ട് പോയോക്കാം, നോക്കി നോക്കാം, കയറിയോക്കാം. ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് പോയോക്കാം. ഗൈസ് വേറൊരു പ്രശ്നം കൂടി, ആ പൊട്ടൻ താക്കോലും കൊണ്ടാ പോയിക്കണേ. വിളിച്ചോനെ ഗൈസ് ഇതിപ്പോ ആകെ മൂഞ്ചി കിടക്കാണ്. ഓനോട് വണ്ടി അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചാവി എന്റെ കയ്യിലാണ്. വണ്ടി ഉന്തി വരുന്നുണ്ട്. മറ്റോ താക്കോലും കൊണ്ടുപോയിട്ട് നമുക്ക് ആ പിടുത്തം പിടിക്കണ്. ഓൻ അവിടെ ഇഞ്ഞ് നിക്കണെന്നാണ്. നമ്മളിഞ്ഞ് വണ്ടി തള്ളിയാണ് പോകണം. മമ്മ വരി നീച്ചി അങ്ങോട്ട് പോയേക്കാം. ഓൻ അവിടെ ഉണ്ട് എന്നാണ്. അപ്പത്തിന് ഗ്യാപ്പ് കിട്ടിയപ്പോ ഇരിക്കാന്ന് എൻ്റെ ഇവിടെ അല്ലേ. നടക്കി നീട്ടിയാണ് നടന്നോളി. അങ്ങോട്ട് നീട്ടിടന്നോളി. ഞാനത് തള്ളി വരിക, അല്ല വേറെ മാർഗല്ല. ആ വണ്ടി ആട്ടാക്കണം തന്നെ ഇന്റെ താക്കോലുവാണേ. മമ്മ ചീത്ത അറിയാക്കണേ. വരി നീട്ടി നടന്നോളി. ഓ അതെ കുറച്ച് മെല്ലൊക്കെ നടക്കാം കേട്ടോ. കരിപ്പില ഒന്നും ഉണ്ടായിട്ടില്ല. വേവാ എനിക്ക് അപ്പളേ ഉറപ്പാണ്. ഇത് കണ്ടില്ലേ നായി. എണ്ണ വാങ്ങിക്കൊണ്ടുവന്നാ എണ്ണ വാങ്ങിക്കൊണ്ടു. എന്തിന് താക്കോലൊന്നും തരുമോ? ആദ്യം എണ്ണ അടിച്ചോ? എണ്ണ അടിച്ചോ? എന്താ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന? ആ ഒരു 200 റുപ്യക്ക് വാങ്ങിക്കോ. പൈസ ഉണ്ടാ? എന്റെ പൈസ അയച്ചിട്ട് ഇച്ചിരി കിട്ടിയെന്നെ. അവിടെ നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്ത് നിലമ്പൂർ പാട്ട് കണ്ടില്ലേ? ഉമ്മ ഉണ്ടില്ലേ നിലമ്പൂർ പാട്ട്? ഉമ്മ ഉണ്ടോ നിലമ്പൂർ പാട്ടുണ്ടോ? കണ്ടില്ലേ? സന്തോഷായില്ലേ? നിലമ്പൂർ പാട്ട് ഉണ്ട്. അപ്പൊ ഇനി എണ്ണ വാങ്ങിക്കൊണ്ടിരണം. ഊഞ്ഞാലൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ടൈമുണ്ടല്ലേ നമുക്ക്. ഇനിയിപ്പോ മറ്റോനെ കാത്തിക്കണം. മറ്റോ എണ്ണ വാങ്ങാൻ പോയത് നിലമ്പൂർക്കാതെ പോകും. ഇന്ന് നിലമ്പൂർ പാട്ടിന് പോണോണ്ട് പെരിയിൽ ചോറ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ നേരെ കല്യാണ പേരി കയറാൻ ചോറ് വെച്ച. അത് സാരില്ല. അപ്പൊ നമുക്ക് നാളെ മറ്റന്നാ നിലമ്പൂർ പാട്ടിന് പോവാ. 5 മണിയാകുമ്പത്തിന് തന്നെ പറപ്പണ്ട. അല്ല ഞാൻ 6 മണിയായപ്പോ ഞാൻ കാരണം ഇന്ന് ഇറങ്ങിയപ്പോ തന്നെ ആകെ നേരം വൈകണം. 8:30 8 മണിക്കൊക്കെ ഇറങ്ങണേ. ആരെ നേരം വഹിച്ചോ? ഇമ്മ എന്നെയാണ് വഹിക്കില്ല. എങ്ങനെ ഉണ്ടാവും? 5 മണിയായപ്പോ എല്ലാം ഒരുക്കിയിരിക്കണേ. ഞാനും അങ്ങനെ തന്നെ. ഓള് കോയിനെ കുടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നു. ഇതില്ലാന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് എന്താ ഇതുണ്ട്. എന്ത് കല്യാണം ഉണ്ട്. നിലമ്പൂർ പാട്ടില്ലെങ്കിൽ കല്യാണം ഉണ്ട്. ഉമ്മമാനെ എന്തൊഞ്ഞാലി കേറ്റും പറഞ്ഞു ഞാൻ കേറ്റും. അതിനെ കല്യാണത്തിന് ഇപ്പൊ ഞാൻ പോയിട്ട് കാര്യമില്ല. അയ്യോ എടുത്താ അടി. എന്താണ് എന്റെ പ്ലാൻ? എന്താ ഉണ്ട് ഈ സാധനം വെക്കടാ. ഇത് വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഡൊലക്ക സ്റ്റാർട്ടാക്കട്ടെ. അല്ല ഇതിപ്പോ നീ റെഡി ആയി വെക്കട്ടെ. എന്താ പ്ലാന്? കല്യാണം വരുമോ? സംഭവം എന്ത് വണ്ടിയില് എണ്ണല്ലായി. അതാണ് എണ്ണല്ലായി. പിന്നെ ആ 100 രൂപേന്റെ എണ്ണ പോരാ. ഇതിന് സാധാരണ 100 രൂപേന്റെ എണ്ണ ഒന്നും പറ്റൂല. എണ്ണ പറ്റി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് അടിച്ചു. 100 രൂപയ്ക്ക് അടിച്ചു 200 രൂപയ്ക്ക് അടിച്ചപ്പോ ഓക്കെ ആയിപ്പോ വണ്ടി ഇതാവുണ്ട് സ്റ്റാർട്ട് ആവുന്നില്ല. കേറിക്കോളിമാ. അപ്പൊ എന്തായാലും നമ്മള് നിലമ്പൂർ പാട്ട് മുഞ്ചി കഴിച്ചു.
അപ്പൊ നമ്മൾ നാട്ടിലൊരു കല്യാണം ഉണ്ട്, അവിടെ നമ്മൾ പോവല്ലേ? നമുക്ക് ഈ നേരെ കല്യാണ പേര് പോവാ. നിലമ്പൂർ പാട്ട് ഇപ്പൊ കണ്ടില്ലേ? കണ്ടില്ലേ? ഹാപ്പി അല്ലേ? കണ്ടില്ലേ? അമ്മ ഉണ്ടോ നിലമ്പൂർ പാട്ട്? യന്ത്രഞ്ഞാലിയൊക്കെ കേറിയില്ലേ? നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. അതെ, ഇമ്മമ്മ കയ്യിലൊക്കെ കേറി. ഇമ്മമ്മ തോണി കേറി നാന്നേ. നിലമ്പൂർ പാട്ട് മതി. മതി എന്നാ കേറിക്കളാ കേട്ടോ പൂഞ്ചി. ഞാൻ പാടുന്നു എണ്ണ അടിച്ചാൽ നമുക്ക് കൊണ്ടിറക്കാം വണ്ടി. എണ്ണ അടിച്ചണേ വല്ലപ്പോഴൊന്ന് പമ്പ് കാട്ടാ. നമ്മളെ വീട് കണ്ടിട്ട് നമ്മളെ കുറച്ച് ചെക്കന്മാരോട് എത്തിക്കണേ. ഇവിടെ ഉണ്ടല്ലേ? നിങ്ങളൊക്കെ സ്ഥലം എവിടെ? പുലിമുണ്ടേ. ഒക്കെ ഇവിടുത്തെ ആൾക്കാരനല്ലേ? നിങ്ങളെവിടെ നേരുന്നേ? അതിന് പോയിരാ സെറ്റല്ലേ? വീഡിയോ ആണല്ലോ നിങ്ങള്? എന്താ അവസ്ഥ? അടിപൊളിയല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെടാ. ഇപ്പൊ ഞങ്ങളെന്നാ പോയോട്ടെ? ഓക്കെ എന്നാ പോട്ടോ. ആരെ വേൻസ്? ഇമ്മ വേൻസാ അത് ഇമ്മാനെ വേൻസാ? എല്ലാവർക്കും ആളുണ്ട്. നമുക്ക് എന്തായാലും ഞങ്ങള് നിലമ്പൂർ പാട്ടിന് പോകാൻ വേണ്ടി ഇറങ്ങിയാടാ. വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാണ്ട് കുടുങ്ങി, പിന്നെ വണ്ടി കേട്ടാവില്ല. ഇനിയിപ്പോ നാട്ടിലൊരു കല്യാണം, അതിന് പോയോട്ടെ. നമ്മള് പോയോട്ടെ. അപ്പൊ നമ്മൾ ഒരു വിധത്തിൽ കല്യാണ പേരിലെത്തി. ഇതാണ് കല്യാണപ്പേര. എന്താ ഓടിച്ചോറത്തിലാണ് പരിപാടി. കയറിയാണ് ചോറ് അതേലും നടക്കട്ടെ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ചോറെത്തി. അപ്പൊ മണി വലിയമാണി അവിടെ ഉണ്ട് കേട്ടോ. രണ്ടാളും അവിടെ ഉണ്ട്. അപ്പൊ ഫുഡ് എടുത്തിക്കണ്. കറി എപ്പോഴാണ് നിർത്തുക? കല്യാണ പെണ്ണിന്റെ 5 എടാ ഇതില് കണ്ടൊന്നുമില്ലല്ലോ. എടാ ഇതിലൊരു പൂള മാത്രമേ ഉള്ളൂ. പൂള കണ്ട മാത്രമല്ല. ഇറച്ചി എവിടെ? കല്യാണ പെണ്ണിന്റെ അനിയ നമ്മളെ ചാമ്പി ഇല്ലടാ. പൂളം തന്നെ പറ്റിച്ചു കഷ്ണം തരാതെ. എന്താ ഇജെന്തത് മത്സരിച്ചോ തിന്നാണ്ട്? നിലമ്പൂർ പാട്ടിന് ഒന്നും കിട്ടിയില്ല. നിലമ്പൂർ പാട്ടിന് എത്തണ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കില് അടുത്ത നിലമ്പൂർ പാട്ടി നമ്മൾ സെറ്റ് ആക്കും. അതെ. ഷാനിതേ കുറച്ച് ചോറടാ. ഷാനിതേ കുറച്ച് ചോറ് ഇച്ച്. കഷ്ണം കിട്ടില്ല, കറി കിട്ടി. ഇല്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇമ്മയുണ്ട് ചോറ് കഴിച്ചോണ്ടിരിക്കാണ് രണ്ടാളും. ഇമ്മയും മമ്മിയും തിന്ന് നീച്ച് പോയി. ആരെ കണ്ടു കുത്തിരിക്ക? ഉമ്മയും മമ്മി പോയി. വേഗം നോക്ക്. ഫുഡൊക്കെ കഴിച്ചു. എന്താണ് കേട്ടോ ഞങ്ങളെ കല്യാണ പെണ്ണിന്റെ ബാപ്പയാണ് കേട്ടോ. അത് കല്യാണ പെണ്ണിന്റെ ബാപ്പയാണ്. എന്താ പറയല്ലേ? എന്താ പറയുന്നത്? നേരെ പെരി പോവാൻ നോക്കാം. നേരെ പെരി പോവാൻ നോക്കാം. നിലമ്പൂർ പാട്ട് എന്തായാലും മമ്മ ചോറ് എങ്ങനെ ഉണ്ടായിനി? നല്ല ചോറും കൂട്ടാൻ. മോണ്ടാ ഞമ്മളെ പാട്ടിനെക്കാട്ടി നന്നായി ചോറൊക്കെ. ഞായറാഴ്ച പോകുന്നതാണ്. അമ്മ ചോറ് എങ്ങനെയുണ്ട്? ചോറ് അത് പോട്ടെ. ചോറൊക്കെ അടിപൊളി. നമ്മള് നിലമ്പൂർ പാട്ടിന് എപ്പോഴും പോണേ? എമ്മ പാട്ടിന് പോയില്ലേ? ബസ്. ഇമ്മ പറയുന്നത് ഇമ്മ ഇനി പാട്ടിന് ഇനി വണ്ടിമല്ല ബസ്സിനുള്ളതാ പറയുന്നേ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊറേ നടത്തിച്ചിന് മറ്റൊരുത്തോ രണ്ടിനുമില്ലാന്നോ? ഒരിപ്പോ നടന്ന് പെരി പോണേ. എടാ ഇജെന്താ കാട്ടണ്? ഓരങ്ങനെ നടന്ന് പെരി പോണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും നേരെ പെരി പോയേക്കാം. ഓര് രണ്ടാളും തെറ്റിയാണ് പോയിക്കണ്, നടന്ന് പോയിക്കണ്. മാതിരി ഞാൻ തുറക്കി. നിലമ്പൂർ പാട്ടെന്ന് പറഞ്ഞത് നമ്മള് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിചാരിച്ച തന്നെ അല്ല. കാരണം എനിക്കറിയില്ല ഈ എണ്ണ 100 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാല് വണ്ടി സ്റ്റാർട്ട് ആവാൻ നിക്കുന്നു. സാധാരണ 100 രൂപയ്ക്ക് അടിച്ചാല് വണ്ടി പറ്റ ഓഫായില്ലേ? അതുകൊണ്ടാണത്. അപ്പൊ 200 രൂപയ്ക്ക് എണ്ണ അടിച്ചപ്പോ സാധനം ഓക്കെ ആയി. പക്ഷേങ്കില് പരിപാടി മൂഞ്ചി. പക്ഷേ എന്താ കല്യാണം കൂടാൻ പറ്റിയില്ല. ചോറിട്ടില്ലേ അമ്മ? അത് നമ്മൾ നോക്കണം. ചോറിട്ടി നമ്മള് ഞായറാഴ്ച പോകും. അല്ല പിന്നെ എന്താ ഞായറാഴ്ച നമ്മള് പോവല്ലേ നിലമ്പൂർ പാട്ടിന്? അല്ല ഞാൻ ബസ്സിന് പോരും. നേരത്തെ കാലത്തെ പോവുക പോയി. അടുത്ത നമ്മള് ഞാൻ 5 മണിക്ക് പോകും. 5 മണിക്ക് പോകുന്ന നമ്മള് ഞാനില്ല ഞാൻ വല്ല ഓട്ടോറിക്ഷക്കും വന്നോ ബസ്സിനൊന്നും. എന്താ മമ്മേ? ഞാൻ നിലമ്പൂർ പാട്ടിന് തന്നെയല്ലേ. നിലമ്പൂർ പാട്ടിന് തന്നെയല്ലേ? പാട്ടിന് കണ്ടിട്ടില്ലല്ലോ നിലമ്പൂർ പാട്ടിന് അമ്മ കണ്ടിട്ടുണ്ടോ? നിലമ്പൂർ പാട്ട് ഇന്ന് കണ്ടില്ലേ? മതി. അന്ന് കണ്ടില്ലേ? ഒന്നും കണ്ടിട്ടില്ല. ഉമ്മ ഇന്ന് നിലമ്പൂർ പാട്ട് കണ്ടു. അതുകൊണ്ട് ഇനി മമ്മക്ക് ഇനി നിലമ്പൂർ പാട്ട് കാണാതാണ്. അങ്ങനെ ഈ നിലമ്പൂർ പാട്ട് പോലും മൂഞ്ചി. കാരണം ഞങ്ങൾ വിചാരിച്ചതല്ല ഇങ്ങനെ ആകുന്നു. ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒന്നും എന്തൊക്കെയായി. ഞാൻ എന്തിനാ പേടിച്ചു? വണ്ടി 5 മണിന്ന് വിചാരിച്ചാല്. ഇനിയിപ്പോ നമ്മള് നാളെ അല്ല മറ്റന്നാൾ ഞങ്ങള് വൈകുന്നേരം നേരത്തെ ഇറങ്ങണം. ഞങ്ങളിപ്പോ ഇറങ്ങിയപ്പോ തന്നെ ആകെ നേരം വൈകണേ. 7:00 ഞങ്ങൾ ഇറങ്ങണേ.
പാകം മൂഞ്ചി. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോസ് കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡ് അപ്പ് ആക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നിലമ്പൂർ പാട്ടിന് പോകണം. അപ്പൊ നമുക്ക് ആ വീഡിയോ എടുക്കാം. ഈ പോക്ക് എന്തായാലും മൂഞ്ചി. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ എടുക്കണം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്.